നമസ്കാരം. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ വീണ്ടും ഒരു സീസണിൽ നമ്മൾ കണ്ടേക്കില്ല എന്നുള്ള ഉറപ്പോടെയാണ് എല്ലാവരും വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്നത്. സഞ്ജു ഏത് ടീമിലേക്കായിരിക്കും പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചെന്നൈ ആയിരിക്കുമോ, KKR ആയിരിക്കുമോ? കാരണം ഈ രണ്ട് ടീമുകളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ചെന്നൈക്കാണ് സാധ്യതകൾ കൂടുതലെങ്കിലും KKR-ലേക്ക് സഞ്ജു പോകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം കൂടുതൽ. കാരണം സഞ്ജു രാജസ്ഥാനിലേക്ക് വന്നത് KKR ടീമിലൂടെയായിരുന്നു. KKR-ൽ നിന്നായിരുന്നു തുടക്കം. KKR-ൽ കളികൾ കളിക്കാൻ അദ്ദേഹത്തിന് ആയിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇനി സാധിച്ചേക്കുമെന്നും അതുകൊണ്ട് KKR-ൽ എത്തണമെന്നുമാണ് ആഗ്രഹം. കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരും അതുപോലെ തന്നെ തലതൊട്ടപ്പന്മാരുമായി മാറിയിരുന്ന KKR-നെ ഈ വർഷം എല്ലാവരും മുട്ടുകുത്തിച്ചു. 8ാം സ്ഥാനത്താണ് KKR മടങ്ങിപ്പോയത്. 14 മത്സരങ്ങളിൽ 5 മത്സരങ്ങൾ മാത്രമാണ് അവർ ജയിച്ചത്. റോയൽസിനായി ഇദ്ദേഹം കളിച്ച അവസാന സീസണാണ് ഇത്തവണത്തേതെന്നാണ് എല്ലാവരും ഇപ്പോൾ വിശ്വസിച്ച് വച്ചിരിക്കുന്നത്. അടുത്ത വർഷം പുതിയ ജേഴ്സിയിലാകും സഞ്ജു എത്തുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 5 തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സും 3 തവണ കിരീടമുയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീമുകൾക്കെല്ലാം തന്നെ ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് പോസ്റ്റുകൾ വരുന്നുണ്ട്. IPL-ലെ തന്നെ അടുത്ത ട്രേഡ് വിൻഡോയിൽ സഞ്ജു റോയൽസ് വിടുമെന്ന് തന്നെയാണ് ഇപ്പോഴും അഭ്യൂഹങ്ങൾ. ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തെ ടീം വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെന്നും പറയാം. സഞ്ജുവിനെ റോയൽസ് വിടാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണക്കാരൻ സഹോദര തുല്യനായ അദ്ദേഹം കണ്ടിരുന്ന യുവതാരം യശസ്വി ജയ്സ്വാൾ ആണ്. എന്താണ് ഇതിന്റെ കാരണമെന്നാണ് ചോദിക്കുന്നത്. സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് വിടാൻ നിർബന്ധിതനാക്കി മാറ്റിയത് യശസ്വി ജയ്സ്വാൾ ആണെന്നാണ് രാജീവ് എന്ന യൂസർ എക്സിൽ കുറിച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ പോവുകയാണെന്ന് പറയുന്നു. RR-ൽ നിന്ന് തന്നെ ഇപ്പോൾ ശ്രേയസും പന്തും തമ്മിൽ ഉണ്ടായതുപോലെയുള്ളൊരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണെന്നും പറയുന്നു. യശസ്വി ജയ്സ്വാൾ ഇപ്പോൾ ക്യാപ്റ്റനായി ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ആവശ്യം അംഗീകരിക്കുകയല്ലാതെ RR-ന് മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നതും ഇതാണ്. എന്നാൽ ഈ പോസ്റ്റിൽ തന്നെ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല. പക്ഷേ സമീപകാലത്തെ ജയ്സ്വാളിന്റെ ചില തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ കഴമ്പുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ വിട്ട് ഗോവയിലേക്ക് മാറാനുള്ള ഒരു സർപ്രൈസ് തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. ക്യാപ്റ്റൻസി കൂടി ഗോവ ഓഫർ ചെയ്തതോടെയാണ് ജയ്സ്വാൾ സമ്മതം മൂളിയത്. പക്ഷെ പിന്നീട് ജയ്സ്വാളിന്റെ മനമാറ്റം ഉണ്ടായെന്നും മുംബൈയിൽ തുടരാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിലവിലെ റോയൽസ് ടീമിൽ സഞ്ജു കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ താരം ജയ്സ്വാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നായകസ്ഥാനവും ഭാവിയിലെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ സഞ്ജു വഴിമാറിയാൽ മാത്രമേ ഈ റോളിന് ജയ്സ്വാളിനെ നേടിയെത്തുകയുള്ളൂ. ഇത് തന്നെയാകും ഇപ്പോൾ റോയൽസിനോട് ക്യാപ്റ്റൻസി അദ്ദേഹം ആവശ്യപ്പെടാനുള്ള കാരണമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ നേരത്തെ ഉണ്ടായതും സമാനമായ സംഭവ വികാസങ്ങൾ തന്നെയാണ്. 2020-ലെ IPL-ൽ DC-യെ ചരിത്രത്തിലാദ്യമായി ഫൈനലിലേക്ക് എത്തിച്ചത് ശ്രേയസ് അയ്യരുടെ തകർപ്പൻ ക്യാപ്റ്റൻസി ആയിരുന്നു. പക്ഷെ പരിക്ക് കാരണം അടുത്ത സീസണിന്റെ പകുതിയോളം മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനായില്ല. തുടർന്ന് ഋഷഭ് പന്തിനെ താൽക്കാലിക ക്യാപ്റ്റനാക്കുകയും ചെയ്തു. ഋഷഭിന് കീഴിൽ ഭേദപ്പെട്ട പ്രകടനം ടീം കാഴ്ചവെച്ചുവെങ്കിലും അങ്ങനെ വലിയ രീതിയിലേക്ക് ശ്രേയസ് എത്തിച്ചതുപോലെ വന്നതുമില്ല. പിന്നീട് ശ്രേയസ് പരിക്കിൽ നിന്ന് മോചിതനായി വന്നെങ്കിലും ക്യാപ്റ്റൻസി തിരികെ നൽകാൻ DC തയ്യാറായുമില്ല. ഋഷഭിനെ നായകസ്ഥാനത്ത് നിന്ന് അവർ നിലനിർത്തുകയും ചെയ്തു. ഇതാണ് ശ്രേയസിനെ പിണക്കിയത്. തനിക്ക് ക്യാപ്റ്റൻസി വീണ്ടും നൽകാൻ DCക്ക് പ്ലാനില്ലെന്ന് ബോധ്യമായതോടെ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് ചേക്കേറി. ഇപ്പോൾ റോയൽസിലും ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള ഈ പിടിവലി തന്നെയാണ് നടക്കുന്നത്. സഞ്ജു ടീം വിട്ടേക്കാനുള്ള കാരണമായി ഉയർന്നു വരുന്നുമുണ്ട്. ക്യാപ്റ്റൻസി മികവ് പരിഗണിക്കുമ്പോൾ അടുത്ത സീസണിൽ പുതിയൊരു ടീമിന്റെ നായകസ്ഥാനത്തേക്ക് നമുക്ക് തീർച്ചയായും സഞ്ജുവിനെ കാണാമെന്നുള്ള കാര്യം കൂടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്.